കുണ്ടാണോ റോഡാണോ എന്നറിയാത്ത അവസ്ഥയാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഒരുങ്ങി കെട്ടി ഞാൻ കാസർഗോഡ് പോകട്ടെ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാസർഗോഡ് പോകുന്നത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പെരക്ക് പോകുന്ന കുറച്ച് റഫ് റോഡ്. അപ്പോൾ അതിനുള്ള ബൈക്കിലൊന്നും പോകുന്നില്ല എനിക്ക് ഈ ടൈമിൽ. അങ്ങനെ ഞാൻ നടന്നിട്ടാണ് പോകുന്നുണ്ടത്. ഞങ്ങൾ റോഡ് നോക്കിയാൽ വെള്ളം ഉണ്ടായിട്ട് വെള്ളമൊക്കെ നിന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് സംസാരിച്ച് റിക്ഷ കിട്ടി. അങ്ങനെ ഞങ്ങൾ റിക്ഷയിൽ കയറി കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് കണ്ടോണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒറ്റയ്ക്ക് പോകുന്നത് അല്ലാട്ടോ, ഞാനും ഉമ്മയുണ്ട്. ഒറ്റയ്ക്ക് അങ്ങനെ പോകല്ല, പണ്ട് ഒറ്റയ്ക്ക് പോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതാണ് സീതാങ്കോടി ടൗൺ, കേരള ബസ് സ്റ്റാൻഡ് എന്ന് പറയും. കേരള പോകുന്ന നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കേട്ടോ. പിന്നെ ഇപ്പോൾ പോകുന്ന കറണ്ട് ബില്ല് കെട്ടാണ്. കറണ്ട് ബില്ല് ഓഫീസിൽ കെട്ടുന്നതല്ല, ഇവിടെ അക്ഷയ സെൻ്ററുണ്ട്. അപ്പോൾ ഞാൻ ആടെ കേട്ടോ, എല്ലാ ഫോണിലൂടെ ആയിരുന്നു കെട്ടല്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇവിടെയാണ് കേട്ടോ കെട്ടുന്നത്. എന്തായാലും GST എല്ലാം കൂടിയിട്ട് പൈസ കൂടി കേട്ടോ. ഇവിടെ ബില്ല് കെട്ടുന്നതിന് തന്നെ 20 രൂപ കൂടുതലാണ്. GST കൂടി, GST 23. അത് എന്താണെന്ന് അറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയാമെങ്കിൽ ചെയ്യാം. അതെന്താ കറണ്ട് ബില്ലിന് GST കൂടിയതിൽ ഒന്നോ ഇവിടുത്തെ GST ആയിരിക്കണം. ഇങ്ങനെ കറണ്ട് ബില്ല് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറണ്ട് ബില്ല് കെട്ടിട്ടായി. അപ്പോൾ പോവാണ് അങ്ങോട്ട്. ഇനി പോകേണ്ടത് ATM-ലേക്കാണ്. ATM-ൽ പോയി ക്യാഷ് എടുക്കാൻ കേട്ടോ. എല്ലായിടത്തും സ്കാനറുണ്ട്, പക്ഷേ ബസ്സിലൊക്കെ ചില്ലറ കൊടുക്കുന്നതാണ് കൂടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ATM-ൽ വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബസ്സിലുണ്ട് സ്കാനർ, അതുകൊണ്ട് അതും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ്, കാസർഗോഡ് പോവാണ്. ഇനി ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കാറ്റൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നില്ല, മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. മഴയില്ലാതെ, വെയിലില്ല മഴയില്ല, ആ ടൈപ്പാണ് ഉണ്ടായത്. പിന്നെ ആടെ വെള്ളമൊക്കെ നിന്നിട്ട് കാണാൻ ഒരു നല്ലൊരു ഫീലാണ് ഇങ്ങനെ പോകുമ്പോഴേക്ക്. അങ്ങനെ വിദ്യാനഗർ ഫുള്ള് ചേഞ്ച് ആകുന്നവ. ഇവിടെ റോഡെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ആയി ഇവിടെ റോഡൊക്കെ നേരെയാക്കാൻ നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ പൊളിയായിരിക്കും കാണാൻ. അപ്പോൾ മുമ്പ് ഇപ്പുറത്തെ കൂട്ട് തിരിഞ്ഞിട്ട് പോകാൻ ഈസിയാണ് കാസർഗോഡൊക്കെ. ഇപ്പം അങ്ങനെയല്ല, വിദ്യാനഗർ കൂട്ട് ഇങ്ങനെ ഫുൾ അപ്പുറത്ത് നിൽക്കണേ, കാണിച്ചു തരാം കേട്ടോ. ഫുൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് അതിലെ കൂട്ട് വരണം. കുറേ പണിയുണ്ട് ഇപ്പോൾ അങ്ങോട്ട് തിരിയണമെങ്കിൽ തന്നെ. ഇത്ര പോകണറിഞ്ഞാൽ എന്തായാലും വിദ്യാനഗർ ഫുള്ള് ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് ചേഞ്ച് ആവാൻ പ്രതീക്ഷിക്കാം ഫുള്ളായിട്ട് അല്ലേ. മുമ്പ് അവിടുത്തെ സ്ഥലം കാണുന്നുണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു മുമ്പ്. ഇപ്പോൾ അതിലെ കുട്ടായിട്ട് ഇവിടെ കുട്ടായിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ നോക്കി വെള്ളമൊക്കെ വന്നിട്ടുണ്ടല്ലേ. എനിക്ക് കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞാൽ ഈ റോഡ് അടിപൊളിയായിരിക്കും. വിദ്യാനഗർ പൊളിയാവും ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് സ്മാർട്ട് ബസാറിലേക്കാണ് കേട്ടോ. ഈ സ്മാർട്ട് ബസാർ വരുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടായിരുന്നല്ലോ ഈ സ്മാർട്ട് ബസാർ എവിടെയാണ്. അതാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ സ്മാർട്ട് ബസാർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയാൽ നമുക്ക് ഇതാണ് ഗൈസ് സ്മാർട്ട് ബസാർ എന്ന് പറയുന്നത്. കാസർഗോഡുള്ള ചെറിയൊരു സ്മാർട്ട് ബസാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാം. എന്തൊക്കെ വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നല്ലേ ഈ പാസ്ത പാസ്ത അത് നമുക്ക് വേണ്ട പോലെ ആക്കാം. സോസെല്ലാം വേണം.
സൂപ്പർ മാർക്കറ്റിലും കറണ്ട് പോയി. ഒരു ജനറേറ്ററൊന്നും ഇല്ലേ, കറണ്ട് പോയി ഗൈസ്. കറണ്ട് ഇല്ലാതെ നടക്കുകയാണ്. അതെന്ത് ഫ്രൂട്ടാ? അതേ എല്ലാവർക്കും അത്ഭുതം നോക്കുന്നത്. അടിച്ചു നോക്ക് അപ്പോൾ എന്തെന്നറി ഞാൻ കണ്ടു. ഗൈസ് അങ്ങനെ ചീര കണ്ടേട്ടോ. അപ്പം നമ്മൾ ചീര എടുക്കാൻ വന്നു. ഉമ്മ നോക്കിയിട്ടെടുക്കുക. നല്ലത്. ഇങ്ങനെ അമ്മ ചീര എടുക്കാം കേട്ടോ. കൈപ്പക്ക വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ കൈപ്പക്ക വാങ്ങിച്ചേട്ടോ. ചീര ഒരു കെട്ടിന് വരുന്നത് 10 രൂപയാണ്. ഒരു കെട്ടിന് 10 രൂപ അല്ലേ? ഇതാടെ ദർശനമായി കൈയ്യടെ ഇതല്ല ദോശ മാവ് ഇത് മസാല പുട്ടാക്ക എന്താക്ക. എത്ര തന്നെ വരുന്നത്? എത്ര പൈസ? 100 രൂപ. എത്ര ദോശയാവും അപ്പോൾ? ഇത് 540. എത്ര? 2 കവർ 812. ഇതില്ല അവിടെ വെക്കല്ലേ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പായല സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ പായല സ്റ്റാൻഡിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അവിടെ പോകാനാണ്. ചാടി പോണ്ടാവാ. മനുഷ്യന്മാരിങ്ങനെ കുത്തിക്കൊണ്ട് പോകുന്നു പൊടിയായിട്ട്. സാർ ചോറല്ലേ എന്തുള്ളത്? മീനും മത്തിയുണ്ട്, നെത്തലുണ്ട്, ചെമ്മീൻ മസാല ഉണ്ട്, കൂന്തൽ ഫ്രൈ ഉണ്ടോ? എന്താവും പുതിയൊരു ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കഴിക്കാനാണ് വന്നത്. ഞാനിപ്പോൾ ബിരിയാണി അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ബിരിയാണി ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ശ്വാസം മുട്ടുള്ള കാരണം കഴിച്ചാൽ തന്നെ പക്ഷേ ചളി കൂടുതലും. അതുകൊണ്ട് സാധാ ചോറല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം സാധാ ചോറ് ഫ്രഷാണ്. നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. നോക്കട്ടെ
നെത്ത് അതിലെ കവാബ് ചെമ്മീൻ. എന്തായാലും ഗൈസ് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് അതിലാണ് കേട്ടോ. ഉമ്മ ഇവിടെ കൊട കൊണ്ടുകൊടുത്തിട്ട് വരുന്നത് ഒരു നേരമൊക്കെ വരുമ്പോൾ കൊണ്ടുവരാം. ഇങ്ങനത്തെ ബില്ലെല്ലാം ഇടിച്ചിട്ട് വരുന്നല്ലേ? എത്ര ബില്ലടിച്ചന്? 50. ഒരു ബില്ലടിച്ചനാ? അപ്പോൾ ഞങ്ങളെ നാട്ടിൽ പോയ ഈ ബസ് കയറി ഗൈസ് കന്നഡ പോവാണ്. അപ്പോൾ കുറച്ച് ബേക്കറി വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ ചട്ടമ്പട കഴിച്ച കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ചട്ടമ്പട കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതല്ല ടേസ്റ്റ് ഗൈസ്. ഞാൻ ബിരിയാണി കഴിക്കില്ല എത്ര വിചാരിച്ചാലും. എനിക്ക് ബിരിയാണി കഴിച്ചാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ കഴിക്കില്ല എന്ന് വിചാരിച്ചും കഴിക്കേണ്ടി വന്നു ഗൈസ്. ഇത് തന്നെ അവിടെ ബിരിയാണി ആക്കിനായിരുന്നു. അപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിച്ചു. ബിരിയാണി കണ്ടോണ്ട് ജയ മൂവി നോക്കാണ് കേട്ടോ. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. മെങ്ങിയ ചീര ഉണ്ടായല്ലേ, അങ്ങനെ ഞാൻ വന്നപ്പാട് ചീര മുറിച്ച് വെച്ചില്ലെങ്കിൽ ബാടിപ്പോ കാലത്തേക്ക്. അങ്ങനെ രാത്രി കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തേരപ്പീര ഉണ്ടായി, അതെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്. ഉമ്മ കറി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചിട്ട്, ഞാൻ ചൂടുവെള്ളം തന്നെ കുടിക്കൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ പനീൻ്റെ കാരണം ചൂടുവെള്ളം കുടിക്കുന്നത്. അങ്ങനെ തേങ്ങ ചിരക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്ന വേണ്ട വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.